സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഡെയിലി പ്രാക്ടീസ് പാർട്ട് 3യിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എനിക്ക് ഉച്ചയൂണ് കഴിക്കുന്നതിന് നിൽക്കാൻ നേരമില്ലാത്തതിൽ ഖേദമുണ്ട്. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതെങ്ങനെ ഏത് രീതിയിൽ പറയാമെന്ന് നോക്കണം. അതിൽ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് എനിക്ക് ഖേദമുണ്ട്. ഇനി രണ്ടാമത്തത് നിൽക്കാൻ നേരമില്ലാത്തത്. മൂന്നാമത്തെ പാർട്ട് ഉച്ചയൂണ് കഴിക്കുന്നതിന്. എനിക്ക് ഖേദമുണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം സോറി. എനിക്ക് നിൽക്കാൻ നേരമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം ടു സ്റ്റേ. ഇനി അടുത്തത് ഉച്ചയൂണ് കഴിക്കുന്നതിന്, ഫോർ ലഞ്ച്. ഇനി ഇവയെല്ലാം കൂടി ചേർത്ത് പറഞ്ഞു നോക്കാം. ഐ ആം സോറി ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടൈം ടു സ്റ്റേ ഫോർ ലഞ്ച്. ഇവിടെ ദാറ്റ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഭാഗങ്ങളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ച കണക്ടറാണ്. അതൊരു കൺജക്ഷനായി പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയല്ലോ? അടുത്തൊരു വാക്യം നോക്കാം. എനിക്ക് നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തതിൽ ഖേദമുണ്ട്. ഈ വാക്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇംഗ്ലീഷിൻ്റെ വാക്യഘടന മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ മലയാള വാക്യത്തെ 2-3 ഭാഗങ്ങളാക്കി മാറ്റേണ്ടി വരും. എനിക്ക് ഖേദമുണ്ട്, അത് ഒന്നാമത്തെ ഭാഗം. പങ്കെടുക്കാൻ കഴിയാത്തത്, അത് സെക്കൻഡ്. നിങ്ങളുടെ മകളുടെ വിവാഹത്തിന്, അത് മൂന്നാമത്തേത്. ഇനി അവ ഓരോന്നും ഇംഗ്ലീഷിലേക്ക് നോക്കാം. എനിക്ക് ഖേദമുണ്ട്, ഐ ആം സോറി. എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ്. നിങ്ങളുടെ മകളുടെ വിവാഹത്തിന്, യുവർ ഡോട്ടേഴ്സ് വെഡ്ഡിങ്. ഇനി ഒന്ന് ചേർത്ത് പറഞ്ഞു നോക്കാം. ഐ ആം സോറി ദാറ്റ് ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് യുവർ ഡോട്ടേഴ്സ് വെഡ്ഡിങ്. നിങ്ങളുടെ ജന്മദിനാഘോഷത്തിന് എനിക്ക് വരാൻ കഴിയാത്തതിൽ ഖേദമുണ്ട്. ഐ ആം സോറി that I cannot come to your birthday party. നിങ്ങളുടെ ഗൃഹപ്രവേശ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതിൽ എനിക്ക് വിഷമമുണ്ട്. ഐ ആം സോറി ദാറ്റ് ഐ മിസ്ഡ് യുവർ ഹൗസ് വാമിംഗ് സെറമണി. നാളത്തെ മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്നതിൽ ഖേദമുണ്ട്. അതൊരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അതെങ്ങനെ പറയാം? ഐ ആം സോറി ദാറ്റ് ഐ വോണ്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ. വാർഷിക ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിയാത്തതിൽ ഖേദമുണ്ട്. നിങ്ങളുടെ ഡിന്നർ പാർട്ടിക്ക് വരാൻ എനിക്ക് സാധിക്കാത്തതിൽ വിഷമമുണ്ട്. നിങ്ങളുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതിൽ എനിക്ക് ഖേദമുണ്ട്. ഈ ആഴ്ച അവസാനമുള്ള ഗെറ്റ് ടുഗദറിന് എനിക്ക് വരാൻ കഴിയില്ലെന്നതിൽ വിഷമമുണ്ട്. ഈ വാക്യങ്ങൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യും.